വലിപ്പം കൂട്ടാൻ ലിംഗത്തിൽ മെറ്റൽ നട്ടിട്ട യുവാവിനെ രക്ഷിച്ചത് ഫയർഫോഴ്സ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. അവരുടെ മെഡിക്കൽ ജീവിതത്തിനിടയിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകളും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു കോംപ്ലിക്കേഷൻ അവർ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടായിരുന്നു. കാസർഗോഡ് എച്ചിക്കാനം സ്വദേശിയായ ഒരു 46-കാരനെ വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും ആംബുലൻസ് വിളിച്ച് വെപ്രാളത്തിൽ താങ്ങിയെടുത്തുകൊണ്ടുവരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു ഈ സംഭവം. അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച രോഗിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം ഓടിയെത്തി. കാര്യം തിരക്കിയപ്പോൾ കൂടെ വന്ന എല്ലാവർക്കും അല്പം ചമ്മലും നാണവുമൊക്കെ. ആരുമൊന്നും അങ്ങോട്ട് മിണ്ടുന്നില്ല. വേദന കൊണ്ട് പുളഞ്ഞ് തലയും താഴ്ത്തിയിരുന്ന ആ യുവാവും ഒന്നും മിണ്ടിയില്ല. കൂടെയുള്ളവർ ഡോക്ടറെ മാറ്റി നിർത്തി ചെവിയിൽ കാര്യം പറഞ്ഞു. ഡോക്ടർ വന്ന് മുണ്ടൊക്കെ ഒന്ന് മാറ്റി പരിശോധിച്ചപ്പോൾ ഡോക്ടറിന് ചിരിയും കരച്ചിലുമൊന്നുമല്ല വന്നത്. ആ അവസ്ഥയ്ക്ക് ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് പ്രകാരം എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എൻ്റെ ദൈവമേ എന്നോർത്താണ്. ആ ഡോക്ടർ കണ്ട കാഴ്ച മറ്റൊന്നുമായിരുന്നില്ല. ആ യുവാവിൻ്റെ ലൈംഗികാവയവത്തിൽ ഒരു വലിയ 2.5 ഇഞ്ച് വ്യാസമുള്ള ഒരു ഇരുമ്പ് നട്ട് ജാമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത അവസ്ഥയിൽ ഇരിക്കുന്നു. ഏതാണ്ട് ഒരു 3 ദിവസമെങ്കിലും ആയി കാണും അപ്രകാരം സംഭവിച്ചിട്ട്. ആ യുവാവ് പഠിച്ച പണി 18 പറ്റിയിട്ടും നട്ട് ഊരി മാറ്റാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, രക്തയോട്ടവും നിലച്ച് നീർക്കെട്ട് വന്നിരിക്കുകയാണ്. മൂത്രമൊഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. വേദന കൊണ്ട് പുളയുന്ന യുവാവ് തൊടാൻ പോലും ഡോക്ടറെ സമ്മതിക്കുന്നില്ല. അവസാനം സഹികെട്ട് ആ ഡോക്ടർ ചോദിച്ചു, ഡാനിയ, ഈ ഇരുമ്പ് നട്ടല്ലാതെ നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ അണിയിക്കാൻ എന്ന്. അതിന് മറുപടിയായി അയാൾ പറഞ്ഞത്, എൻ്റെ പൊന്നു ഡോക്ടറെ, ഞാനല്ല ഇത് ഇട്ടത്. ഞാൻ അടിച്ച് ബോധമില്ലാതെ കിടന്നപ്പോൾ ഏതോ അദൃശ്യ ശക്തികളാണ് ഈ കന്നന്തിരിവ് കാണിച്ചത് നട്ട് തിരിച്ച് കയറ്റിയത് എന്ന്. എന്നാൽ അയാളുടെ ഒരു സുഹൃത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഇയാൾ 3 ദിവസം മുമ്പ് രാത്രി അടിച്ച് ഫിറ്റായിരുന്നപ്പോൾ ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. ആഫ്രിക്കയിലെ ചില ഗോത്രവർഗ്ഗക്കാർ ലിംഗത്തിന് നീളവും ദൃഢതയും ലഭിക്കുവാൻ അവരുടെ ലിംഗാഗ്രത്തിൽ അത്യാവശ്യം കനമുള്ള മെറ്റൽ റിങ്ങുകൾ തിരികെ കയറ്റുകയും തൂക്കിയിടുകയുമൊക്കെ ചെയ്യുമെന്ന്. നമ്മുടെ നാട്ടിൽ പടവലങ്ങയ്ക്ക് നീളം വെക്കുവാൻ കല്ല് കെട്ടി തൂക്കുന്ന മാതിരി. എന്തായാലും അടിച്ച് പിമ്പിരിയായിരുന്ന നമ്മുടെ കക്ഷിയുടെ കയ്യിൽ കിട്ടിയത് അവിടെ കണ്ടുണ്ടായിരുന്ന ലോറിയുടെ ടയറിന്റെ ഒരു 2-2.5 ഇഞ്ച് വ്യാസമുള്ള അത്യാവശ്യം നല്ല കനമുള്ള ഒരു നട്ടായിരുന്നു. ഒരു വിധത്തിൽ ആശാൻ ഇത് തിരികെ കയറ്റി. തന്റെ ദിനേശ് പേടി ആഫ്രിക്കക്കാരന്റെ ചുരുട്ട് പോലെയാകുന്നത് സ്വപ്നം കണ്ട് ആശാൻ കള്ളിന്റെ പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങി. പ്രഭാതത്തിന്റെ ഏതോ യാമങ്ങളിൽ 2 പേരും ഉണർന്നപ്പോഴാണ് പണിവാളി എന്ന് മനസ്സിലായത്. പിന്നെ നട്ട് ഊരിയെടുക്കുവാനുള്ള ശ്രമങ്ങളായി. വെള്ളമൊഴിച്ചും എണ്ണ തേച്ചുമൊക്കെ മാക്സിമം നോക്കി മുറിക്ക് പുറത്തിറങ്ങുവാൻ വയ്യാത്ത അവസ്ഥ. ആരുടെങ്കിലും ഇത് പറയുവാൻ പറ്റുമോ? ഒരു പണത്തൂക്കം മുന്നിൽ കെട്ടിത്തൂക്കി നിൽക്കുന്ന തന്റെ മകനെ രക്ഷിക്കുവാൻ അപ്പനും ആവുന്നു ശ്രമിച്ചിട്ടും നട്ടൂരിയെടുക്കുവാൻ മാത്രം പറ്റിയില്ല. അവസാനം 3-ാം ദിനം നാണക്കേട് മറന്ന് അവർ മകനെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാത്രി സമയമായതിനാൽ ജൂനിയർ ഡോക്ടർമാർ മാത്രമേ അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവർ മുതിർന്ന ഡോക്ടർമാരെ വിളിച്ചപ്പോൾ വേണമെങ്കിൽ ന്യൂറോ സർജറിയോ ട്രാൻസ്പ്ലാന്റ് സർജറിയോ പോലും തങ്ങൾക്ക് ചെയ്യാം, പക്ഷേ സുനാമണിയിൽ കുടുങ്ങിയ നട്ടെങ്ങനെ ഊരിയെടുക്കുമെന്ന് മാത്രം അമ്മച്ചിയാണെ ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, നമുക്ക് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കാമെന്ന്. ഈ ഫയർഫോഴ്സിനെ വിളിച്ചാൽ അവർ എന്നാ ചെയ്യാനാ എന്ന് ആരോ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പട്ടിയുടെ തല കുടത്തിനകത്ത് പോയപ്പോൾ അവരാണ് വന്ന് കുടം കട്ടിയത് പട്ടിയെ രക്ഷിച്ചത് എന്ന് ആരോ മറുപടി പറഞ്ഞു. അതിലെ ലോജിക്കൊന്നും അധികം ആലോചിക്കാതെ ഡ്യൂട്ടി ഡോക്ടർ പെട്ടെന്ന് രക്ഷയ്ക്കായി കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. കാര്യം എന്തെന്നവർ തിരക്കിയപ്പോൾ ഒരു ചെറുവിരലിൽ നട്ട് കുടുങ്ങി നീര് വന്ന് ഊരാൻ പറ്റുന്നില്ല, അതിന് പറ്റിയ വല്ല കുഞ്ഞൻ കട്ടറും എടുത്ത് ശീഘ്രം വരാൻ അവർ ആവശ്യപ്പെട്ടു. അധികം താമസിക്കാതെ ഫയർഫോഴ്സുകാർ സൈറനൊക്കെ ഇട്ട് പാഞ്ഞ് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് കരുതി. കട്ടറുമായി കട്ടലിനടുത്തേക്ക് എത്തിയ ഫയർമാൻ ചോദിച്ചു, കട്ട് ചെയ്യേണ്ട, ആ വിരലൊന്ന് കാണട്ടെ എന്ന്. സംഭവം കണ്ടപ്പോൾ ഫയർമാൻ ആദ്യം അന്താളിച്ചു എങ്കിലും അദ്ദേഹം ആ വെല്ലുവിളി സ്വയം ഏറ്റെടുത്തു. കട്ടർ ഉപയോഗിച്ച് നട്ട് മുറിച്ചു മാറ്റുമ്പോൾ ചൂടാകുന്നതിനാൽ ലൈംഗികാവയവത്തിന് ക്ഷതമേൽക്കുവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് നന്നായി തണുപ്പിച്ച് വളരെ സമയമെടുത്താണ് നട്ടിന്റെ 2 ഭാഗവും അവർ മുറിച്ചു നീക്കിയത്. കാഞ്ഞങ്ങാട് യൂണിറ്റിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് മണിക്കൂറുകളോളം നീണ്ട ആ പരിശ്രമത്തിനൊടുവിലാണ് അർദ്ധരാത്രിയോടെ നട്ട് മുറിച്ചു നീക്കിയത്. നീളം കൂടിയില്ലെങ്കിലും നന്നായി വീക്കം കൂടിയ തന്റെ സുനാമണി ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരികെ നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആ യുവാവ് തന്റെ അവയവത്തിന്റെ നാമത്തിൽ
നന്ദി പറഞ്ഞു. ഞാൻ അല്പം തമാശ രൂപേണ ഈ വാർത്ത നൽകുവാൻ കാരണം ആ യുവാവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇത്തരം കോംപ്ലിക്കേഷനുകൾ അപ്രതീക്ഷിതമായി എത്തിയാൽ ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യുവാൻ അവർ എത്രത്തോളം അശക്തരാണ് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഫയർഫോഴ്സിനെ വിളിച്ച് കട്ട് ചെയ്യിക്കേണ്ടി വന്നത്. ഇത്തരം അവസ്ഥയ്ക്ക് മെഡിക്കൽ സയൻസിൽ പറയുന്ന പേര് മെറ്റാലിക് പിനൈൽ സ്ട്രാങ്കുലേഷൻ എന്നാണ്. മെറ്റൽ റിങ്ങോ അതുപോലെയുള്ള മറ്റു പല സാമഗ്രികൾ കൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകാം. ഇതൊരു യൂറോളജിക്കൽ എമർജൻസി സിറ്റുവേഷൻ ആണ്. ഇത്തരമൊരു അവസ്ഥയുണ്ടായാൽ വളരെ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാവാം. ആ അവയവത്തിന്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാവാം. താമസിച്ചു കഴിഞ്ഞാൽ ആ അവയവം തന്നെ മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യാം. ഇത്തരം അവസ്ഥയുണ്ടായാൽ, മെറ്റാലിക് പിനൈൽ സ്ട്രാങ്കുലേഷൻ ഉണ്ടായാൽ, ആ തടസ്സമുണ്ടാക്കിയ വസ്തു എത്രയും വേഗം അറുത്തുമാറ്റിക്കളയണം. മെറ്റൽ നട്ട് അല്ലെങ്കിൽ റിങ് പോലെയുള്ളവയിട്ട് പിനൈൽ സ്ട്രാങ്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ രക്തതടസ്സമുണ്ടായി നീർക്കെട്ടും വേദനയും ഉണ്ടാകുമെന്ന് മാത്രമല്ല ടിഷ്യൂ ഡാമേജും ഉണ്ടാവാം. താമസിച്ചു കഴിഞ്ഞാൽ ആംപ്യൂട്ടേഷൻ വരെ വേണ്ടി വന്നേക്കാം. ഇത്തരം അവസ്ഥ വന്നാൽ ആദ്യം ചെയ്യേണ്ടുന്നത് ആ മെറ്റൽ റിങ്ങോ ഒബ്ജക്റ്റോ മുറിച്ചു മാറ്റുക എന്നതാണ്. ഇപ്രകാരം മെറ്റൽ റിങ്ങുകളും നട്ടുകളും ഒക്കെ ലിംഗത്തിൽ ഇടുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള അബദ്ധധാരണകളുടെയും ചിലതരം പാരാഫീലിയകളുടെയും ഒക്കെ ഭാഗമായാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും കെട്ടിത്തൂക്കിയാലും പാവലിൽ പടവലം കായ്ക്കില്ല എന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.